കൺഗ്രാറ്റുലേഷൻ ഷമീർ, നിങ്ങൾക്ക് ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. റിയ കുട്ടി, നിങ്ങളല്ലേ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ എനിക്ക് കുഞ്ഞ് അനിയൻ തന്നെ വേണമെന്ന് ചോദിക്കില്ലേ? അതേപോലെ നിങ്ങൾക്ക് കുഞ്ഞ് അനിയൻ വന്നിട്ടുണ്ട്. എന്താ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതോ, അത് കുഞ്ഞ് അനിയൻ ഇത്രയും ദിവസം അമ്മന്റെ വയറ്റിന്റെ ഉള്ളിൽ ഇരുന്നതല്ലേ, ഇപ്പോഴല്ലേ പുറത്ത് വന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മ എല്ലാവരും കാണുമ്പോ കുഞ്ഞനിയന് ഒരു ചെറിയ പേടി, അതുകൊണ്ടാ കരയുന്നത്. നീ കുഞ്ഞനിയനെ കൊണ്ട് കരയണ്ടെന്ന് പറഞ്ഞ കുഞ്ഞനിയൻ കരയാതെ മിണ്ടാതെ ഇരുന്നോളും. എവിടെ കുഞ്ഞനിയനെ കൊണ്ട് കരയാതെ എന്ന് പറയും നോക്കട്ടെ. അയ്യോ, വീണ്ടും കരഞ്ഞോ? അതെ, കുഞ്ഞനിയന് ഇനിയും പേടി മാറിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാ. കുറച്ച് സമയം കഴിയുമ്പോ കുഞ്ഞനിയൻ പേടിയൊക്കെ മാറി കരച്ചിലേക്ക് നിർത്തി പിന്നെ നിന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങും. ഓ, നിന്നെ നോക്കി ചിരിക്കും. ഇനി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാലേ ആ ഊന്നൊക്കെ പറഞ്ഞ് നിന്നെ കൊണ്ട് സംസാരിക്കാനടക്കം തുടങ്ങും. പക്ഷെ അതിനൊക്കെ കുറച്ച് സമയമാകും. അതുവരെ നീ കുഞ്ഞനിയനെ നല്ലപോലെ നോക്കണം കേട്ടോ. ശരി ഷമീർ, പിന്നെ കുട്ടിക്ക് കുറച്ച് ചെക്കപ്സ് ഒക്കെ ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് നർസ് വന്ന് ചെയ്തോളും. അതുവരെ നിങ്ങൾ നോക്കിക്കോളൂ. ശരി ഡോക്ടർ, വളരെ നന്ദി. പിന്നെ ഐഷു എപ്പോ കണ്ണു തുറക്കും? അത് കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ണ് തുറന്നോളും. അത് നോർമൽ ഡെലിവറിയാണ്, എന്നാലും ആള് ഒരുപാട് ക്ഷീണിച്ചു. പിന്നെ ആൾക്ക് ഓൾറെഡി ലോ ബിപിന്റെ പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു ചെറിയ മയക്കം. അതിപ്പോ ട്രിപ്സ് കയറ്റുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഐഷു കണ്ണ് തുറന്നോളും. പേടിക്കാനൊന്നുമില്ല. ശരി ഡോക്ടർ. ശരി, എന്നാ നോക്കിക്കോളൂ, ഞാൻ പിന്നെ വരാം. ഓക്കെ ഡോക്ടർ. എടാ അമ്മൂസേ, ഇത് കണ്ടോ നിന്റെ കുഞ്ഞനിയൻ? നീ എപ്പോഴും ചോദിക്കില്ലേ കുഞ്ഞനിയൻ വേണമെന്ന്, അതുപോലെ തന്നെ നിനക്ക് കുഞ്ഞനിയൻ വന്നിട്ടുണ്ട്. എടാ അമ്മൂസേ, കുഞ്ഞനിയൻ ഇന്നലെ വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലേക്കൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് കുഞ്ഞനിയന്റെ കൂടെ കളിക്കാം കേട്ടോ. ഷമീർ, ഐഷു നീ കണ്ണു തുറന്നോ? ഇവിടെ നോക്ക്, നമുക്ക് ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ഷമീർ, ഉണ്ണി അങ്ങനെ നിങ്ങളെ പോലെ തന്നെ ഉണ്ട്. അതേടാ, നീയല്ലേ ചോദിച്ചത് എന്നെ പോലെ കുട്ടി ഷമീർ വേണമെന്ന്? അതുകൊണ്ടാ കുട്ടി ഷമീർ എന്നെ പോലെ തന്നെ ഉള്ളത്. ശരി ശരി, കുഞ്ഞനിയൻ ഉണ്ണിക്കുട്ടിനെ പോലെ തന്നെ ഉണ്ട്, മതിയോ? പിന്നെ ഐഷുമാ, ഒരുപാട് ബുദ്ധിമുട്ടായോടാ? കുറച്ച് ബുദ്ധിമുട്ടായി, എന്നാലും കുഴപ്പമില്ല. ഇവന്റെ മുഖം കണ്ടപ്പോ തന്നെ എല്ലാ വേദനയും എങ്ങോട്ടാ പോയിന്നറിയില്ല. ശരി, എന്തായാലും നല്ലപോലെ പ്രസവം കഴിഞ്ഞ് രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ലാതെയായല്ലോ, അതുവേ മതി. ഇനി എല്ലാം ശരിയായിക്കോളും. ശരി, പിന്നെ ദേവി ചേച്ചി എവിടെ? അത് നിനക്ക് പ്രസവം ആവുന്നവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് പ്രസവം കഴിഞ്ഞതും ഉണ്ണിനെ നോക്കിയിട്ട് പിന്നെ നീ കണ്ണു തുറക്കുമ്പോഴേക്കും നിനക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണ്ടേ, കടയിൽ നിന്നും വാങ്ങിച്ചു തരണ്ടെന്നും പറഞ്ഞ് കഴിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നതാ. ഇപ്പൊ വരും. ഐഷുമോളെ, ദേവി ചേച്ചി വന്നോ? എന്തിന് കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പോയത്? കടയിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിരിക്കാം. അയ്യോ, കടയിൽ നിന്ന് വാങ്ങിക്കാനോ? പ്രസവം കഴിഞ്ഞ കുട്ടി കടയിലുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ എരിവൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞുകുട്ടി എന്താ ചെയ്യണേ? ഒരേ കരച്ചിലാണെന്നാ തോന്നണല്ലേ? അതെ ചേച്ചി, കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല മോനെ, കുറച്ച് ദിവസത്തിന് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ വിശന്നിട്ടുണ്ടാവും. മോളെ പാല് കൊടുത്തോ? ഇല്ല ചേച്ചി, ഞാൻ ഇപ്പോഴാ കണ്ണു തുറന്നത്. അത് ശരി, അപ്പൊ കുഞ്ഞു ചെക്കിന് വിശന്നിട്ടാണ് കരയുന്നത്. മോളെ, കുറച്ചൊന്ന് പാല് കൊടുക്കടാ. ഒരു പൊട്ട് വായി നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ മിണ്ടാതിരുന്നോളും. ശരി ചേച്ചി, എന്നാ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഐഷുവിന് വേദന വന്നെന്നും പറഞ്ഞപ്പോ അങ്ങനെ വന്നതല്ലേ. ഞാൻ റിയാനിയും കൊണ്ട് വീട്ടിൽ പോയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ശരി മോനെ, എന്നാ നിങ്ങൾ റിയാക്കുട്ടിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഞാനവിടെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളും റിയാക്കുട്ടിയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് വന്നാ മതി. ശരി ചേച്ചി. ഐഷു നോക്കിക്കോടാ, ഞാൻ വരാം. ശരി. അയ്യോ ചുക്കി, ഒന്ന് മിണ്ടാതിരിക്കി. കുഞ്ഞുകുട്ടിന്റെ അടുത്തൊന്നും നിങ്ങപ്പോ പോവാനേ പാടില്ല.
പിന്നെ നിങ്ങൾ കുഞ്ഞുമാവനെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂട്ടിയിട്ട് വന്നതാ. രണ്ടുപേരും കുഞ്ഞുമാവനെ കണ്ടല്ലോ. ഇനിയിപ്പോ അങ്കിള് വീട്ടിലേക്ക് പോകാണ്. റിയാക്കുട്ടിന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോളൂ. അല്ലാതെ ഇവിടെ ഇരുന്നാലേ കുഞ്ഞിക്കുട്ടിന്റെ അടുത്ത് ആവശ്യമില്ലാതെ പണിയൊക്കെ ഒപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്കിളുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഒന്നും വേണ്ട ചുക്കി, നീ ഇരുന്ന പിന്നെ ടിങ്കുവും ഇരിക്കണമെന്നും പറഞ്ഞ് കാര്യം. പിന്നെ നിങ്ങൾ രണ്ടുപേരും പോയില്ലെങ്കിലേ റിയാക്കുട്ടിയും വീട്ടിലേക്ക് പോവില്ല പറയും. അതുകൊണ്ട് മര്യാദയ്ക്ക് 3 പേരും കൂടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. അതിന് കുഞ്ഞുവാവ നാളെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്ന ശേഷം കുഞ്ഞുവാവന്റെ കൂടെ കളിക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. മോനെ, നിങ്ങൾ റിയാക്കുട്ടിന്റെ കൂടെ ഇവര് രണ്ടുപേരും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി ചേച്ചി, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഐഷുമോളെ, കുട്ടി പാവം വിശന്നിട്ടാ കാര്യമെന്നാ തോന്നുന്നത്. നിനക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ നീ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് കുട്ടിക്ക് പാല് കൊടുക്ക്. അല്ല ചേച്ചി, എനിക്ക് വിശപ്പൊന്നുമില്ല. ഞാൻ ആദ്യം ഉണ്ണിക്ക് പാല് കൊടുത്തിട്ട് പിന്നെ കഴിച്ചോളാം. ശരി എന്നാ, പാവം വിശന്നിട്ടാണ്. കുറച്ച് പാല് കൊടുക്ക്, എന്നാ കരച്ചിൽ മാറിക്കോളും. ശരി ചേച്ചി. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ. ബൈ.